മമ്മൂക്കാനെ നായകനാക്കി ലാലേട്ടനെ നായകനാക്കിയില്ല. എന്താണ് മമ്മൂക്കാനെ നായകനാക്കി ലാലേട്ടനെ നായകനാക്കിയില്ല. വീണ്ടും മമ്മൂക്കാനെ നായകനാക്കി ലാലേട്ടനെ നായകനാക്കിയില്ല. എന്തൊക്കെയാണ് ഈ അടിച്ചു വിടുന്നത്? എന്തൊക്കെ ലെവലിലാണ് ഈ കാട്ടിക്കൂടുന്നത്? ഇത് പണ്ടാരെ പറഞ്ഞ പോലെ എന്ത് മറ്റേ ചക്കാന്ന് പറഞ്ഞ മാങ്ങ, മാങ്ങാന്ന് പറഞ്ഞ തേങ്ങ, തേങ്ങാന്ന് പറഞ്ഞ ഒലക്ക, ആവുണ്ട് അലാക്കില ഔലൂസും കഞ്ഞി എന്ന് പറഞ്ഞ പോലത്തെ കഥയാണ്. മമ്മൂക്ക നായകൻ തന്നെയാണെന്ന് ഓൾറെഡി ആദ്യമേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മമ്മൂക്കയുടെ റോൾ എന്താന്നുള്ളത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പം മമ്മൂട്ടി പടം ഇതൊരു മൾട്ടി സ്റ്റാർ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ റോൾ എന്താണുള്ളത്? ലാലേട്ടൻ കാമിയോ റോളായിട്ട് വരുന്ന ഒരു റോൾ തന്നെയാണ്. സംഭവമൊക്കെ ശരിയാണ്. അപ്പം നായകൻ മമ്മൂട്ടി തന്നെയാണ്. മമ്മൂട്ടി തന്നെയാണ് ഇതിൽ നായകൻ. മമ്മൂക്ക തന്നെയാണ് നായകൻ. പിന്നെ ഇപ്പോൾ വെറുതെ ഒരു കഥ ഇല്ലാണ്ട് ലാലേട്ടനെ നായകനാക്കിയില്ല, ലാലേട്ടനെ കാര്യമായ റോള് കൊടുത്തില്ല, നായകനാക്കിയില്ല, മെയിൻ കഥാപാത്രമാക്കിയില്ല എന്നുള്ള ലെവലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഈ അടിച്ചിറക്കുക. സോഷ്യൽ മീഡിയ നിരത്തി കഴിഞ്ഞാൽ തന്നെയാണ് കമന്റുകളും കാര്യങ്ങളും. ലാലേട്ടന്റെ അഭിനയം കണ്ടങ്ങള്, ലാലേട്ടൻ ഫാൻസ് ലാലേട്ടന്റെ അഭിനയം കണ്ടില്ലേ? ലാലേട്ടൻ അഭിനയം മോശമാക്കിയിട്ടുണ്ടോ? ലാലേട്ടനക്ക് കൊടുത്ത ക്യാരക്ടർ എന്താണോ അത് ലാലേട്ടൻ അത് ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ സിനിമ അത് മമ്മൂട്ടിയുടെ സിനിമ തന്നെയാണ്. അതിൽ പിന്നെ യാതൊരു മാറ്റമില്ല. കാരണം കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുള്ളത് മമ്മൂക്ക തന്നെയാണ്. അതിൽ പിന്നെ യാതൊരു മാറ്റം ഉണ്ടാവില്ല. മമ്മൂക്കയുടെ പടം തന്നെയല്ലേ. ലാലേട്ടന്റെ പടം എന്ന് ഇവിടെ ഒരാൾ പറഞ്ഞിട്ടില്ല. ലാലേട്ടൻ ഇതിൽ കാമിയോ റോളായിട്ട് രണ്ട് നായകന്മാരെ ലെവലിലേക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്ന റോൾ തന്നെയാണ് ലാലേട്ടന് കൊടുത്തിട്ടുള്ളത്. അതായത് നായകന്റെ അതേ റോൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാമിയോ ആ ലെവലിൽ തന്നെയാണ്. കാരണം ലാലേട്ടൻ ആരാ? മലയാള സിനിമയുടെ താരരാജാക്കന്മാരുടെ ഒരാളാണ്. അപ്പൊ ആ ലെവലിൽ ലാലേട്ടനക്ക് കൊടുത്ത റോള് മോശമാണ്, അല്ലെങ്കിൽ ലാലേട്ടനെ നായകനാക്കിയില്ല എന്നുള്ള ലെവലിലൊക്കെയാണ് അടിച്ചു വിടുന്നത്. ലാലേട്ടന്റെ അഭിനയ മുഹൂർത്തങ്ങൾ പ്രതിഫലിപ്പിക്കാൻ പറ്റില്ല എന്നാണ്. ലാലേട്ടന്റെ അഭിനയ മുഹൂർത്തങ്ങൾ പ്രതിഫലിപ്പിക്കാൻ പറ്റാതിരുന്നിട്ടൊന്നുമില്ല. ലാലേട്ടൻ നന്നായിട്ട് അതിഗംഭീരമായ പെർഫോമൻസ് പാട്രിയറ്റ് എന്ന സിനിമയിൽ നടത്തിയിട്ടുള്ളത്. എങ്ങനെയാണ്? ലാലേട്ടൻ അതിഗംഭീരമായ പെർഫോമൻസ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അല്ലാണ്ട് വെറുതെ ഒരു ഹലാക്കിന്റെ ഔലുസുഖം ആക്കിയിട്ടില്ല. അപ്പോൾ അത് വെറുതെ നായകനാക്കിയില്ല എന്നുള്ള ലെവലിൽ അടിച്ചിറക്കിയിട്ട് ഒരു കാര്യമില്ല. ലാലേട്ടൻ ഓൾറെഡി അന്ന് വിഷുവിനെന്ന് പറഞ്ഞു, അത് നമ്മൾ ചെയ്തു, അത് നമ്മൾ കഴിഞ്ഞു, അതിൽ യാതൊരു വിധ പ്രതീക്ഷയില്ല എന്നുള്ള ഒരു വർത്തമാനം പറഞ്ഞു. അപ്പൊ ആ ഒരു കഥ നോക്കണ്ട. അത് ഓൾറെഡി കഴിഞ്ഞു. സിനിമാ നടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ആ ഒരു സിനിമ കഴിഞ്ഞു. പിന്നെ അടുത്ത സിനിമ വരുമ്പോൾ അടുത്ത പുതിയ പ്രോജക്റ്റുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പൊ മമ്മൂക്കയുടെ നായകസ്ഥാനത്തിനെ പറ്റി നിങ്ങൾ ആരും ചെയ്യണ്ട, വിഷമിക്കണ്ട. മമ്മൂക്കാക്ക് കിട്ടിയുള്ളത് നായകസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക മെയിൻ കഥാപാത്രം തന്നെയാണ്. അതിനോടൊപ്പം നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ്, കിടപിടിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ലാലേട്ടന്റെ കഥാപാത്രം. അതിന് ആരും നിരാശ വെച്ചിട്ട് കാര്യമില്ല. പിന്നെ സിനിമയുടെ ഗതി ആ ലെവലിലേക്കാണ് വന്നു. ലാലേട്ടൻ വന്നിട്ട് ആകാണ്ട് മാസ് പരിവേഷം കെട്ടിയിട്ട് എന്താ പറയാ ഇതാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷ വെച്ച് പോകണ്ട. അതായത് ഒരു ലാലേട്ടൻ, അപ്പൊ ഞാൻ ചോദിക്കണം, എന്താ ലാലേട്ടനെ ഇങ്ങനൊന്നും കഥാപാത്രങ്ങളായിട്ട് മാറാനുള്ള ആഗ്രഹം മറ്റുള്ളവർക്ക് ചിന്തിക്കുന്നില്ലേ? അതായത് ലാലേട്ടൻ എന്നും ഈ മാസ് എന്ന് പറഞ്ഞിട്ട് പോവാണ്ട് കഥാപാത്രങ്ങൾ വെറൈറ്റി കഥാപാത്രങ്ങൾ ചെയ്യാൻ മറ്റുള്ളവർക്ക് ആഗ്രഹമില്ല, അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസിന് ആഗ്രഹമില്ല എന്നാണ് എൻ്റെ ചോദ്യം. ലാലേട്ടൻ വെറൈറ്റി കഥാപാത്രങ്ങൾ ചെയ്യട്ടെ, ജനങ്ങളെ വിസ്മയിപ്പിക്കട്ടെ. ഒരുപാട് കഴിവുള്ള നടൻ ആണ് ലാലേട്ടൻ. അപ്പൊ ആ ലാലേട്ടന്റെ വെറൈറ്റി പെർഫോമൻസുകൾ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അദ്ദേഹം സബ്ജക്റ്റ് അല്ലെങ്കിൽ കഥാപാത്രം തെരഞ്ഞെടുത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പിന്നെന്താ പ്രശ്നം? പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ നായകനാക്കിയില്ല എന്നാ. ലാലേട്ടനെ നായകനാക്കാതിരുന്നിട്ടൊന്നുമില്ല. ഇതിൽ ലാലേട്ടൻ നായകനക്ക് തുല്യമായ കഥാപാത്രം തന്നെയാണ്. ആ ഒരു പെർഫോമൻസ് ലാലേട്ടൻ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടി പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയാണ് അതിൽ കേന്ദ്ര കഥാപാത്രം, മെയിൻ നായകനായിട്ട് മമ്മൂക്ക തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ മമ്മൂക്ക പടത്തിൽ മമ്മൂക്ക അല്ലാണ്ട് പിന്നെ ആരാ നായകൻ ഉണ്ടാവുക? അപ്പൊ കാമിയോ റോളിൽ വരുമ്പോൾ ലാലേട്ടൻ അതേ താരരാജക്കന്മാരാകുമ്പോ തുല്യ ലെവല് കൊടുക്കേണ്ടി വരും. ആ ഒരു ലെവല് ഓൾറെഡി സിനിമ വളരെ നീതിപൂർവം തന്നെ മഹേഷ് നാരായണൻ റോൾ കൊടുത്തിട്ടുണ്ട്. മഹേഷ് നാരായണൻ അത് ചെയ്ത് ലെവലാക്കിയിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്രയും വലിയ മൾട്ടി സ്റ്റാറിനെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പവർ വേറെ തന്നെയാണ്. അപ്പോൾ
വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ സിനിമ കാണാത്തവരൊക്കെ പോയിട്ട് കണ്ടോളി, എൻജോയ് ചെയ്തോളി. ഇതൊരു വെറൈറ്റി പടമാണ്. മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത ലെവലിലുള്ള ഒരു ഐറ്റാണിത്. അതായത് മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ഒരു ഐറ്റാണ്. അപ്പോൾ വേഗം പോയിക്കോളി മക്കളെ, സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. എന്നെങ്കിലാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു എനർജി കിട്ടുള്ളൂ. എന്താണ് കഥ, അല്ലെങ്കിൽ ആ BGM ഒക്കെ ഇട്ടുള്ള ഒരു വെറൈറ്റി പെർഫോമൻസ് ഉണ്ടല്ലോ, അത് കാണേണ്ടത് തന്നെയാണ്, ആസ്വദിക്കേണ്ടതാണ്. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്ത് തന്നെയായാലും അത് ഇവിടെ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ പറ്റുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഷെയർ ചെയ്യുക. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.